നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജിയിലെ ഫസ്റ്റ് സെമ്മിലെ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന പേപ്പറിന്റെ യൂണിവേഴ്സിറ്റി എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് 2022-23 അഡ്മിഷനിലുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത് 4 സെക്ഷനുകളാണ്, ABCD. ഇതിൽ A സെക്ഷൻ എന്ന് പറയുന്നത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് 1 മാർക്കിന്റെ A പാർട്ടാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് സോഷ്യൽ ഗ്രൂപ്പ്സ് ഗീവ്സ് ഇംപേഴ്സണൽ ആൻഡ് ഫോർമൽ റിലേഷൻഷിപ്സ് എന്നുള്ളതാണ്. അതായത് ചോദ്യം സോഷ്യൽ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ സോഷ്യൽ ഗ്രൂപ്പിലെ ഇംപേഴ്സണൽ ആയിട്ടുള്ളതും ഫോർമൽ ആയിട്ടുള്ളതുമായിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പ് ഏതാണെന്നാണ് ചോദ്യം. അതായത് ആ വ്യക്തികൾ തമ്മിൽ അധികം ബന്ധമില്ലാത്ത അല്ലെങ്കിൽ പ്രൈമറി കോണ്ടാക്ട് വരാത്ത രീതിയിലുള്ള ഗ്രൂപ്പ് ഏതാണെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം സെക്കൻഡറി ഗ്രൂപ്പ് എന്നുള്ളതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹു റെഫർ ടു സോഷ്യോളജി ആസ് ദ സയൻസ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് സോഷ്യോളജി എന്ന് പറയുന്നത് സാമൂഹ്യ സ്ഥാപനങ്ങളെ കുറിച്ചിട്ടുള്ള പഠനമാണ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ള സോഷ്യോളജിസ്റ്റ് ആരാണെന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം എമിലി ദുർഗയുമാണ്. സോഷ്യോളജിയെ കുറിച്ച് അല്ലെങ്കിൽ സോഷ്യോളജി എന്നുള്ള പഠനം സാമൂഹ്യ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള പഠനമാണ് എന്ന് പ്രസ്താവിച്ചിട്ടുള്ളത് എമിലി ദുർഗയുമാണ്. എത്നോസെൻട്രിസം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഹൂം? അതാണ് അടുത്ത ചോദ്യം. അതായത് എത്നോസെൻട്രിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആരാണ്? ജി സമ്നർ ആണ് എത്നോസെൻട്രിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഫോക്ക് വേസ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് എത്നോസെൻട്രിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ എത്നോസെൻട്രിസം എന്ന് പറയുന്നത് എന്താണ്? ഒരു കൾച്ചർ അല്ലെങ്കിൽ ഒരു കൾച്ചർ മറ്റൊന്നിനേക്കാൾ മികച്ചതാണ് എന്ന് പറയുന്ന ഐഡിയോളജി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്താഗതിയാണ് എത്നോസെൻട്രിസം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു ഫ്രോയിഡ് ഇൻ ദ ഈഡിപ്പൽ സ്റ്റേജ് ദ ഗേൾ ഡെവലപ്സ് കോംപ്ലക്സ്. അതായത് സിഗ്മണ്ട് ഫ്രോയിഡ് സോഷ്യലൈസേഷൻ സ്റ്റേജുകളെ കുറിച്ച് പറയുമ്പോൾ അതിൽ സെക്കൻഡ് ഫേസ് വരുന്നതാണ് ഈഡിപ്പൽ സ്റ്റേജ്. ഈ ഘട്ടത്തിൽ പെൺകുട്ടികൾക്കുണ്ടാവുന്ന മാറ്റത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതായത് ചിന്താഗതിയിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ മാനസികപരമായിട്ടുണ്ടാവുന്ന മാറ്റത്തെക്കുറിച്ചാണ് അദ്ദേഹം പരാമർശിക്കുന്നത്. അപ്പോൾ ഇതിൽ പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഉണ്ടായേക്കുന്ന കോംപ്ലക്സ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഇലക്ട്രാ കോംപ്ലക്സ് ആണ് പെൺകുട്ടികൾക്ക് ഈഡിപ്പൽ സ്റ്റേജിൽ ഉണ്ടാവുന്നത്. അടുത്ത ചോദ്യം, ഡാഷ് ആർ ജനറൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് മേ ബി റിഗാർഡഡ് ആസ് ഹയർ ഓർഡർ നോംസ്. ഈ ചോദ്യം എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിലെ അല്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ഹയർ ഓർഡർ ആയിട്ടുള്ള നോംസ് ഏതാണെന്നുള്ളതാണ്. വാല്യൂസ് ആണ്. അതായത് ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ചതായിട്ടുള്ള അല്ലെങ്കിൽ മികച്ചതായിട്ടുള്ള മാനദണ്ഡമായിട്ട് കരുതുന്നത് മൂല്യങ്ങളെ ആയിരിക്കും. അടുത്ത ചോദ്യം, ദ ടേം ഫോക്ക് വൈസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ വിച്ച് ഇയർ? അതായത് ഫോക്ക് വൈസ് എന്ന് പറയുന്ന പുസ്തകം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വർഷമാണ് ചോദിക്കുന്നത്. 1906 ജി സബ്നർ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു എത്നോസെൻട്രിസം. അപ്പൊ ജി സബ്നർ ആണ് 1906 ഫോക്ക് വൈസ് എന്ന് പറയുന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. സയന്റിഫിക് പ്രഷർ എക്സേർട്ടഡ് ബൈ സൊസൈറ്റി ഓൺ ഇറ്റ്സ് മെമ്പേഴ്സ് ടു കൺഫോം ടു ദ നോം ഈസ് കോൾഡ്. അതായത് വ്യക്തികൾക്ക് മേൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ മേൽ നടത്തുന്ന പ്രഷറിനെ എന്ത് പേര് വിളിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അതായത് സോഷ്യൽ കൺട്രോൾ, സാമൂഹ്യ നിയന്ത്രണം. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ സ്മാളസ്റ്റ് പോസിബിൾ സോഷ്യൽ ഗ്രൂപ്പ്? ഏറ്റവും ചെറിയ സോഷ്യൽ ഗ്രൂപ്പ് ഏതാണ് അല്ലെങ്കിൽ പ്രൈമറി വരുന്ന ഗ്രൂപ്പ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. പ്രൈമറി ഗ്രൂപ്പ് എന്നുള്ളതാണ് ആൻസർ. അടുത്ത ചോദ്യം, സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി ആർ ട്വിൻ സിസ്റ്റേഴ്സ് ആർ ദ വേർഡ്സ് ഓഫ്. അതായത് സോഷ്യോളജിയെയും ആന്ത്രോപോളജിയെയും ട്വിൻ സിസ്റ്റേഴ്സ് എന്ന് വിളിച്ചത് ആരാണെന്നുള്ളതാണ്. A.L. ക്രോയ്ബർ ആണ്. A.L. ക്രോയ്ബർ എന്ന സോഷ്യോളജിസ്റ്റ് ആണ് സോഷ്യോളജിയും ആന്ത്രോപോളജിയും ട്വിൻ സിസ്റ്റേഴ്സ് എന്ന് വിളിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഫോം ഓഫ് മാരേജ് ഡസ് എ മാൻ ഓഫ് ഹയർ കാസ്റ്റ് മാരി എ വുമൺ ഓഫ് ലോവർ കാസ്റ്റ്? അതായത് ഹയർ കാസ്റ്റിലുള്ള
പുരുഷൻ ലോവർ കാസ്റ്റിലുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുന്ന സമ്പ്രദായം എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ് അനുലോമ. അതായത് ഹയർ കാസ്റ്റിലുള്ള പുരുഷൻ ലോവർ കാസ്റ്റിലുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുന്ന അനുലോമ എന്നും, ഉയർന്ന കാസ്റ്റിലുള്ള സ്ത്രീ താഴ്ന്ന കാസ്റ്റിലുള്ള പുരുഷൻ വിവാഹം കഴിക്കുന്നത് അത് പ്രതിലോമ എന്നും അറിയപ്പെടുന്നു. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് ദി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ഇൻ വിച്ച് ദ സുപ്രീം അതോറിറ്റി ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ സിംഗിൾ പേഴ്സൺ ഓർ വിത്തിൻ എ സ്മോൾ ഗ്രൂപ്പ്. അതായത് ഒരു വ്യക്തിയിലോ ഒരു കൂട്ടം വ്യക്തികളിലോ അധികാരം നിലനിൽക്കുന്ന സമ്പ്രദായത്തിൽ അധികാരം കേന്ദ്രീകൃതമാകുന്ന വ്യവസ്ഥിതിയെ എന്ത് പേര് വിളിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓട്ടോക്രസി. അതായത് ഒരു വ്യക്തിയിലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിലോ അധികാരം നിലനിൽക്കുന്ന വ്യവസ്ഥിതിയെ ഓട്ടോക്രസി എന്ന് വിളിക്കുന്നു. അടുത്ത ചോദ്യം, വാട്ട് ആർ ദ 2 പ്രിൻസിപ്പൽ ഫോംസ് ഓഫ് മാരേജ്? അതായത് പ്രധാനപ്പെട്ട 2 തരത്തിലുള്ള മാരേജുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. അതായത് വിവാഹം എന്ന് പറയുന്നത് 2 തരത്തിലാണ് നിലനിൽക്കുന്നത്. ഒന്ന് മോണോഗമിയും പോളിഗമിയും. അതായത് മോണോഗമി എന്ന് പറയുന്നത് ഒരു പാർട്ട്ണർ മാത്രമുള്ള സമ്പ്രദായത്തെയാണ് മോണോഗമി എന്ന് പറയുന്നത്. പോളിഗമി എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ പാർട്ട്നേഴ്സ് ഉള്ള സമ്പ്രദായവും. അപ്പോൾ 2 ഫോംസ് ഓഫ് മാരേജ് എന്നുള്ള ചോദ്യം ചോദിക്കുന്ന സമയത്ത് പോളിഗമി ആൻഡ് മോണോഗമി എന്നുള്ളതാണ് ഉത്തരം. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു ഡാഷ് ഈസ് ദ റോൾ ഈസ് എ ഫംഗ്ഷൻ ഓഫ് സോഷ്യൽ സ്റ്റാറ്റസ്. അതായത് റോൾ എന്നത് ഫംഗ്ഷൻ ഓഫ് സോഷ്യൽ സ്റ്റാറ്റസിന്റെ ഭാഗമാണ് എന്ന് നിർവചിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. യങ് ആൻഡ് മാർക്ക് ആണ് റോളിനെ നമ്മളൊരു സോഷ്യൽ സ്റ്റാറ്റസുമായിട്ട് കണക്ട് ചെയ്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അടുത്ത ചോദ്യം, റോബർട്ട് കെ മേർട്ടൺ ഡിവൈഡ് ദ ഫംഗ്ഷൻ ഇൻടു 2 ടൈപ്സ്. അതായത് റോബർട്ട് കെ മേർട്ടൺ സോഷ്യൽ ഫംഗ്ഷനെ എത്ര തരത്തിലാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സോഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എത്ര തരത്തിലുള്ളതാണ്, അവ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. മാനിഫെസ്റ്റ് ആൻഡ് ലാറ്റന്റ് ഫംഗ്ഷൻ. ഇത്രയുമാണ് നമ്മുടെ എ പാർട്ടിൽ വരുന്ന ചോദ്യം. ഇനി നമ്മൾ സെക്ഷൻ ബിയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് ഷോർട്ട് ആൻസറിന്റെ ചോദ്യമാണ്. 2 മാർക്കിന് എഴുതേണ്ടതായിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ബി പാർട്ടിൽ വരുന്നത്. ഇതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, പിയർ ഗ്രൂപ്പ് പ്രഷേഴ്സ് ടു സ്മോക്ക് ഓർ ഫോളോ എ പെർട്ടിക്കുലർ ഫാഷൻ ഷോസ് കൺഫോമിറ്റി. ഓക്കെ, അപ്പൊ ഇതിൽ കൺഫോമിറ്റി എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മൾ വ്യക്തിപരമായിട്ട് താല്പര്യമില്ലെങ്കിൽ പോലും സമൂഹത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെയോ അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വ്യക്തി മറ്റൊരു ഗ്രൂപ്പ് അദ്ദേഹത്തിന് ഏത് ഗ്രൂപ്പിൽ നിന്നാണോ അംഗീകാരം ലഭിക്കുന്നത് അതുമായിട്ട് പൊരുത്തപ്പെടുവാൻ ശ്രമിക്കുന്നതിനെയാണ് കൺഫോമിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചോദ്യം peer pressures to smoke or follow a particular fashion shows conformity എന്നുള്ളതാണ്. എന്നിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് കൺഫോമിറ്റി എന്താണ് എന്നുള്ളതാണ് നമ്മൾ പരാമർശിക്കേണ്ടത്. അടുത്ത ചോദ്യം, ഡിസ്ക്രൈബ് ദ ഡീവിയൻസ് ഓഫ് റിബല്യൻ ടൈപ്പ്. അതായത് ഡീവിയൻസ് എന്ന് പറയുന്ന നമ്മളുടെ പാർട്ടിൽ നിന്നുള്ള ചോദ്യമാണ് ഡീവിയൻസ് എന്നുള്ളത്. അപ്പോൾ റിബല്യൻ എന്ന് പറയുന്ന ഡീവിയൻസിന്റെ അകത്ത് വരുന്ന ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ റിബല്യൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സമൂഹത്തില് മാറ്റം ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്ന ഗ്രൂപ്പുകളെയാണ് റിബല്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റിബല്യൻസ് എന്ന് പറയുന്നത് എന്താണ്? മാറ്റങ്ങളെ ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ പുതിയ ഘടകങ്ങളെ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതായത് ഏത് വ്യവസ്ഥിതിയാണോ മാറണം എന്ന് ആഗ്രഹിക്കുന്നത് ആ വ്യവസ്ഥിതിയെ മാറ്റുവാൻ ശ്രമിക്കുകയും പകരം പുതിയൊരു ഘടകത്തെ സൃഷ്ടിക്കുകയും ചെയ്യുന്നവരാണ് റിബല്യൻസ്. അപ്പോൾ ദ ഡീവിയൻസ് ഓഫ് റിബല്യൻസ് ടൈപ്പ് എന്ന് പറയുമ്പോൾ റിബല്യൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, ബ്രീഫ്ലി ജസ്റ്റിഫൈ ദ വാല്യൂ ഓഫ് കൾച്ചർ ഇൻ എ ഡൈവേഴ്സ് സൊസൈറ്റി ലൈക്ക് ഇന്ത്യ. അതായത് നമ്മൾ കൾച്ചർ എന്ന് പറയുന്ന യൂണിറ്റിനകത്തുള്ള ചോദ്യമാണ്. അതായത് എന്താണ്? ഇന്ത്യ പോലുള്ള ഒന്നിലധികം കൾച്ചർ ഫോളോ ചെയ്യുന്ന സൊസൈറ്റിയെ കുറിച്ചിട്ടുള്ള ചോദ്യമാണ്. സൊസൈറ്റിയെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. അപ്പോൾ നമ്മൾ സബ് കൾച്ചർ, ഇന്ത്യ ഫോളോ ചെയ്യുന്ന എന്താണ്? സബ് കൾച്ചർ ആണ്. അതായത് ഒരു വലിയ സംസ്കാരത്തിനകത്ത് ചെറിയ സംസ്കാരം ഉൾക്കൊള്ളുന്നതിനെയാണ് സബ് കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ സബ് കൾച്ചർ എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, കൾച്ചറൽ റിലേറ്റിവിസം ഹോൾഡ്സ് ഒബ്ജക്റ്റിവിറ്റി ഇൻ ദ സൊസൈറ്റി ഇവാലുവേറ്റ്. അതായത് കൾച്ചറൽ റിലേറ്റിവിസം എന്ന് പറയുന്നതാണ് ഒരു സൊസൈറ്റി മറ്റൊരു സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തെ നോക്കിക്കാണുമ്പോൾ അവരുമായിട്ട് സാമ്യത പുലർത്തുന്നവയെ മാത്രം നോക്കിക്കാണുകയും മറ്റുള്ളവയെ തള്ളിക്കളയുകയും ചെയ്യുന്ന രീതിയാണ് കൾച്ചറൽ റിലേറ്റിവിസം എന്ന് പറയുന്നത്. അതായത്
സിമിലാരിറ്റി ഉള്ള ഘടകങ്ങളെ മാത്രം ആക്സെപ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അതിന് മാത്രം കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും മറ്റുള്ളവയെ പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്ന രീതിയാണ് കൾച്ചറൽ റിലേറ്റിവിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ഡയഗ്രമാറ്റിക്കലി ഔട്ട്ലൈൻ ദ സ്റ്റേജസ് ഓഫ് സോഷ്യലൈസേഷൻ. അതായത് സോഷ്യലൈസേഷന്റെ ഏതൊക്കെ സ്റ്റേജസ് ആണെന്നുള്ളതാണ്. അത് നമ്മൾ സിഗ്മണ്ട് ഫ്രോയിഡ് മുന്നോട്ട് വയ്ക്കുന്ന 4 ഘട്ടങ്ങളുണ്ട്. അതാണ് നമ്മളിവിടെ പരാമർശിക്കേണ്ടത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് പോസിറ്റിവിസം? പോസിറ്റിവിസം എന്നുള്ളത് എന്താണ്? അഗസ്റ്റ് കോംറ്റെ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയമാണ് പോസിറ്റിവിസം. പോസിറ്റിവിസം എന്ന് പറയുന്നത് എന്താണ്? സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് ശാസ്ത്ര വിഷയങ്ങൾ എങ്ങനെയാണോ പഠിക്കുന്നത് എന്ന മാതൃകയിൽ പഠിക്കണം എന്ന് പറയുന്ന ആശയമാണ് പോസിറ്റിവിസം. അതായത് സയൻസ് വിഷയങ്ങൾ എന്ന പോലെ തന്നെ സാമൂഹ്യ ശാസ്ത്ര വിഷയങ്ങളെയും പഠിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അപ്രകാരമാണ് പഠിക്കേണ്ടത് എന്ന് ആശയം മുന്നോട്ട് വെക്കുന്നവയാണ് പോസിറ്റിവിസം. അടുത്ത ചോദ്യം, how do folkways contribute to order and stability of social relations? അതായത് folkways എന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ folkways എന്ന് പറയുന്നതാണ് നമ്മൾ അൺകോൺഷ്യസ്ലി നമ്മളൊരു വ്യക്തി സാമൂഹ്യപരമായിട്ടുള്ള സിസ്റ്റത്തെ ഫോളോ ചെയ്യുന്ന രീതിയാണ് folkways എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഡെയിലി റൊട്ടീനായിട്ട് മാറുന്ന സാമൂഹ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ എന്തുണ്ടാവും? folkways എന്ന് നമുക്ക് വിളിക്കാം. ഉദാഹരണമായിട്ട് മുതിർന്ന ആളുകളെ കാണുന്ന സമയത്ത് നമ്മൾ എണീക്കുന്നത് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഘടകങ്ങൾ ചെയ്യുന്നത്, ഇതെല്ലാം എന്താണ്? നമ്മൾ അൺകോൺഷ്യസ്ലി ചെയ്യുന്ന ഘടകങ്ങൾ. അതായത് സമൂഹം കൽപ്പിക്കുന്ന നോംസ് അല്ലെങ്കിൽ വാല്യൂസിനെ അൺകോൺഷ്യസ്ലി നമ്മൾ ഫോളോ ചെയ്യുന്ന രീതിയാണ് folkways എന്ന് പറയുന്നത്. അപ്പോൾ folkways പലപ്പോഴും എന്താണ്? മാൻഡേറ്ററി അല്ല, എന്നാൽ അത് ചേഞ്ചബിൾ ആയിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോൾ folkways എന്താണെന്നുള്ളതാണ് ചോദ്യം. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓക്സിലോറിക്കൽ ഫാമിലി ആൻഡ് വിരിലോക്കൽ ഫാമിലി? അതായത് ഇത് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഫാമിലിയുടെ ടൈപ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. ഓക്സോലോറിക്കൽ ഫാമിലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാട്രിലോക്കൽ എന്നുള്ളതും വിരിലോക്കൽ ഫാമിലി എന്ന് പറയുന്നത് പാട്രിലോക്കൽ എന്ന ഫാമിലിയുമാണ് അടിസ്ഥാനമാക്കുന്നത്. ഇത് രണ്ടും നമ്മുടെ മാട്രിലോക്കൽ പാട്രിലോക്കലിന്റെ മറ്റൊരു പേരുകളാണ് നമ്മൾ ചോദ്യ പേപ്പറിൽ പരാമർശിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് മാട്രിലോക്കൽ എന്ന് പറയുന്നത് എന്താണ്? വിവാഹാനന്തരം സ്ത്രീയുടെ അല്ലെങ്കിൽ സ്ത്രീയുടെ വീട്ടിൽ താമസിക്കുന്ന രീതിയാണ് മാട്രിലോക്കൽ എന്ന് പറയുന്നത്. പാട്രിലോക്കൽ എന്ന് പറയുന്നത് വിവാഹശേഷം ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുന്നതിനെയാണ് പാട്രിലോക്കൽ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഡിസ്കസ് അബൌട്ട് ദ റിനൈസൻസ് ഇൻ ദ എമർജൻസ് ഓഫ് സോഷ്യോളജി. അതായത് സോഷ്യോളജിയുടെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള എല്ലാ ഘടകങ്ങളെയും പരാമർശിക്കേണ്ടതുണ്ട്. അതായത് എന്താണ്? സയന്റിഫിക് റെവല്യൂഷൻ, ഫ്രഞ്ച് റെവല്യൂഷൻ, ഐഡിയലിസം, എൻലൈറ്റൻമെന്റ് മുതലായ എല്ലാ ഘടകങ്ങളെയും നമ്മൾ ഇതിൽ പരാമർശിക്കേണ്ടതുണ്ട്. അടുത്ത ചോദ്യം, എക്സാമിൻ ദ ടേം ലേബർ ഓൺ ദ ബേസിസ് ഓഫ് ദ ബേസിക് എലമെന്റ്സ് ഓഫ് ദ എക്കണോമി. അതായത് എക്കണോമിയിൽ ലേബർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നുള്ളതാണ്. അതായത് സാമ്പത്തിക ഇടപാടിൽ ഉൾപ്പെടുന്ന എല്ലാ ഘടകങ്ങളെയും എന്ത് വിളിക്കാം? നമുക്ക് ലേബർ എന്ന് വിളിക്കാം. അതായത് പ്രധാനമായിട്ട് എന്താണ്? പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഘടകങ്ങൾ ഉൾപ്പെടുന്ന എല്ലാ ഘടകങ്ങളെയും നമ്മൾ ലേബർ എന്ന് പരാമർശിക്കുന്നു. അടുത്തത്, ഇല്ലുസ്ട്രേറ്റ് റോൾ കോൺഫ്ലിക്റ്റ് വിത്ത് ആൻ എക്സാമ്പിൾ. അതായത് റോൾ കോൺഫ്ലിക്റ്റ് എന്താണ് എന്ന് എഴുതണം, അതോടൊപ്പം തന്നെ അതിനൊരു എക്സാമ്പിളും കൊടുക്കണം. അതായത് റോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തി ഒന്നിലധികം റോൾ കൈകാര്യം ചെയ്യാവുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഉണ്ടാവുന്ന ആ റോളുകളെ കുറിച്ചിട്ടുള്ള സംശയമോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന ഒരു റോൾ ചേഞ്ചിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന വ്യക്തിക്കുണ്ടാവുന്ന മാനസികപരമായിട്ടുള്ള ഒരു പിരിമുറുക്കത്തെയോ ആണ് നമ്മൾ റോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയാം. അതായത് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ റോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു റോൾ കൃത്യമായിട്ട് ചെയ്യാനും മറ്റൊരു റോൾ ചെയ്യുന്ന സമയത്ത് അതിൽ അപാകതകൾ ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് അതൊരു ഇംബാലൻസിങ് ഉണ്ടാവുന്ന ഘട്ടം കൂടെയാണ് റോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി ഒന്നിൽ കൂടുതൽ റോളുകൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി ചെയ്യേണ്ടതായിട്ടുള്ള റോളിൽ ഉണ്ടാകുന്ന കൺഫ്യൂഷനുകളെയും അല്ലെങ്കിൽ അതിലുണ്ടാവുന്ന ഇംബാലൻസിങ്ങുമാണ് റോൾ കോൺഫ്ലിക്റ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉദാഹരണം, ഒരു വ്യക്തി ഒരു പ്രൊഫഷണലായിട്ട് ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മികച്ച ഡോക്ടർ ആവുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കുടുംബപരമായിട്ടുള്ള അല്ലെങ്കിൽ ഫാമിലി ലൈഫ് ബാലൻസ് ചെയ്യാൻ പലപ്പോഴും അവർക്ക് കഴിയണമെന്നില്ല. അത്തരത്തിൽ എന്താണ്, ആസ് എ ഫാമിലി മാൻ എന്ന രീതിയിൽ അദ്ദേഹം ചിലപ്പോൾ ഫെയിലിയർ ആവാൻ സാധ്യതയുണ്ട്. അതേസമയം ഏറ്റവും നല്ല മികച്ച ഡോക്ടർ എന്ന രീതിയിൽ അദ്ദേഹം മികച്ച പ്രൊഫഷണലിസ്റ്റ് ആവാനും സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരത്തിൽ പലതരത്തിൽ റോളുകൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന സമയത്ത് വ്യക്തികൾക്കുണ്ടാവുന്ന റോളുകളിൽ ഉണ്ടാവുന്ന ഇംബാലൻസിനെയാണ് റോൾ കോൺഫ്ലിക്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ചോദ്യം, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അസ്ക്രൈബ്ഡ് ആൻഡ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്. അതായത് അച്ചീവ്ഡ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന പദവികളും
അസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞ് നമുക്ക് നേടിയെടുക്കാൻ കഴിയാത്തവ അഥവാ ജന്മനാൽ ലഭിക്കുന്ന സ്റ്റാറ്റസുകളുമാണ് മെൻഷൻ ചെയ്യേണ്ടത്. അതായത് അസ്ക്രൈബ്ഡ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജനനം മുതൽക്ക് ലഭിക്കുന്ന പദവിയാണ് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അച്ചീവ്ഡ് എന്ന് പറയുന്നത് വ്യക്തി സമൂഹത്തിൽ നിന്നും ആർജിച്ചെടുക്കുന്ന പദവികളെയാണ് അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം അസ്ക്രൈബ്ഡിൽ വരുന്ന സമയത്ത് നമ്മുടെ നിറം, ജാതി മുതലായവയെല്ലാം അസ്ക്രൈബ്ഡ് എന്നും, അച്ചീവ്ഡ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ, ജോലി, സാമ്പത്തികം മുതലായ ഘടകങ്ങളെല്ലാം അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്നതിൽ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം, ലിസ്റ്റ് ഓഫ് ദ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ എക്കണോമി. അതായത് ഇൻഡസ്ട്രിയൽ എക്കണോമിയിൽ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ എക്കണോമിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് ചോദിക്കുന്നത്. അതിൽ പല ഘട്ടങ്ങളെ കുറിച്ച് നമ്മൾ ടെക്സ്റ്റിൽ പരാമർശിക്കുന്നുണ്ട്, ഓരോ ഘട്ടങ്ങളിൽ. അപ്പോൾ 148 പേജിൽ ഇൻഡസ്ട്രിയൽ എക്കണോമിയുടെ, അതായത് പ്രധാനമായിട്ടും ഇൻഡസ്ട്രിയൽ എക്കണോമി എന്ന് പറയുന്നതാണ് യന്ത്രങ്ങളുടെ അല്ലെങ്കിൽ മെക്കാനിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ യന്ത്രവൽക്കരണത്തിന്റെ ഒരു ആരംഭഘട്ടമാണ്. അപ്പോൾ അവിടെ കൂടുതൽ ആളുകൾക്ക് മാൻ പവറിനോടൊപ്പം തന്നെ മെഷീൻസിന്റെ കൂടെ ഒരു കടന്നുവരവ് കൂടിയാണ് ഇൻഡസ്ട്രിയൽ എക്കണോമിയുടെ പ്രധാനമായിട്ടുള്ള സവിശേഷത. അടുത്ത ചോദ്യം, ഹൗ ഡസ് സോഷ്യൽ മൊബിലിറ്റി ഹോൾഡ് പ്രസിഡൻസ് ഇൻ എ കാസ്റ്റ് ബേസ്ഡ് സൊസൈറ്റി. ഈ ക്വസ്റ്റ്യൻ എന്നാൽ കുറച്ചുകൂടെ ജനറൽ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിലാണ് എഴുതേണ്ടത്. അതായത് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്ന ഒരു കാസ്റ്റ് ജാതീയപരമായിട്ടുള്ളതിൽ എങ്ങനെ മാറ്റങ്ങൾക്ക് കാരണമാവുന്നു അല്ലെങ്കിൽ അതിന് സഹായിക്കുന്നു എന്നുള്ളതാണ് സോഷ്യൽ മൊബിലിറ്റിയിലേക്ക് നമ്മളിത് കണക്ട് ചെയ്ത് എഴുതേണ്ടത്. അതായത് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത് സാമൂഹ്യ മാറ്റങ്ങൾക്ക് കാരണമാവുന്നത് എങ്ങനെയാണ്. അതായത് സമൂഹം ചലനാത്മകമാണ്. സൊസൈറ്റി എന്ന് പറയുന്നത് മാറ്റങ്ങൾക്ക് വിധേയമാവുന്നുണ്ട്. അപ്പോൾ അത് ഈ കാസ്റ്റ് എന്ന് പറയുന്നതുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. കാസ്റ്റിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ കാസ്റ്റ് എന്ന് പറയുന്ന സ്ഥിതിഗതിയിൽ, ജാതി വ്യവസ്ഥിതിയിൽ സോഷ്യൽ മൊബിലിറ്റി എപ്രകാരം കാരണമാവുന്നുണ്ട് അല്ലെങ്കിൽ അതിന് സോഷ്യൽ മൊബിലിറ്റി എപ്രകാരം അതിനെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, ഡിഫൈൻ ദ ടേംസ് റെന്റയേഴ്സ് ആൻഡ് സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത് ഈ ചോദ്യം നമ്മൾ തിയറി ഓഫ് സർക്കുലേഷൻ എലൈറ്റ്സ് എന്ന് പറയുന്ന തിയറിയാണ്. വിൽഫ്രെഡോ പെരേറ്റോ ആണ് ഈ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന് പ്രകാരം എന്താണ്, മാറ്റങ്ങളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. നമ്മുടെ സോഷ്യൽ ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തിയറിയാണ്. സമൂഹം എന്ന് പറയുന്നത് മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. അപ്പോൾ ഈ തിയറിയുടെ പ്രകാരം എന്താണ്, സമൂഹ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ പുതിയ ഘടകങ്ങൾ ഉടനെ തന്നെ ആർജിച്ചെടുക്കുന്നവയുണ്ടാവും. അവരെ സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നു. റെന്റയേഴ്സ് എന്ന് പറയുന്നത് വളരെ സ്ലോയിൽ മാത്രം അല്ലെങ്കിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളാതെ പരമ്പരാഗതമായിട്ടുള്ള ഘടകങ്ങളിൽ മാത്രം വിശ്വസിക്കുകയും ചെയ്യുന്നവരെയാണ് റെന്റയേഴ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ സെക്ഷൻ ബിയിൽ വരുന്ന ചോദ്യങ്ങൾ. അടുത്തത് സെക്ഷൻ സിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന സെക്ഷൻ സിയിൽ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങൾ എന്ന് പറയുന്നത് 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അതിലെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, വി കാനോട്ട് ഡിഫൈൻ എ സോഷ്യൽ ഗ്രൂപ്പ് വിത്ത് എ സിംപിൾ ഡെഫിനിഷൻ, റെക്കഗ്നൈസ് ദ റിലവൻസ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ്. അതായത് സോഷ്യൽ ഗ്രൂപ്പ് എന്താണെന്നുള്ളത്, നമുക്കൊരു സോഷ്യൽ ഗ്രൂപ്പ് എന്നുള്ളത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പ്രധാനമായിട്ടും എഴുതേണ്ടത്. അതായത് സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഒന്നിൽ കൂടുതൽ വ്യക്തികൾ കൂടിച്ചേരുന്നത്, അതായത് പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യത്തിനോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഐഡിയോളജിയോ കീപ്പ് ചെയ്തുകൊണ്ട് ഫോം ചെയ്യുന്നതാണ് സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമുക്കൊരു സിംഗിൾ ഫോമിലായിട്ട് പരാമർശിക്കാൻ കഴിയില്ല. അപ്പൊ സോഷ്യൽ ഗ്രൂപ്പ് എന്താണ്, അതിന്റെ സവിശേഷതകൾ എന്താണ്, അത് എത്ര തരത്തിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. അടുത്ത ചോദ്യം, ഡിസ്ക്രൈബ് ഇൻ യുവർ ഓൺ വേർഡ്സ് അബൌട്ട് ദ റോൾ ഓഫ് അഗസ്റ്റ് കോംറ്റെ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജി ആസ് എ സയൻസ്. ഇവിടെ എഴുതുന്നത് അഗസ്റ്റ് കോംറ്റെയുടെ പോസിറ്റിവിസം എന്നുള്ള കോൺസെപ്റ്റ് ആണ് നമ്മളിവിടെ എഴുതേണ്ടത്. പോസിറ്റിവിസം എന്താണ്, നമ്മളെ സാമൂഹ്യ ശാസ്ത്രങ്ങളെ ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കുന്ന രീതിയിൽ തന്നെ പഠിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ശാസ്ത്ര വിഷയങ്ങളിൽ ഉപയോഗിക്കുന്ന മെത്തഡോളജീസ് ഉപയോഗിച്ചുകൊണ്ട് സാമൂഹ്യ വിഷയങ്ങളെ പഠിക്കേണ്ടതുണ്ട് എന്ന് വാദിക്കുന്ന ശാസ്ത്രമാണ് പോസിറ്റിവിസം. അപ്പോൾ അഗസ്റ്റ് കോംറ്റെയുടെ പോസിറ്റിവിസം സോഷ്യോളജിയുടെ വളർച്ചയ്ക്ക് കാരണമായതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അടുത്ത ചോദ്യം, വാട്ട് ആർ ദ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫാമിലി. അതായത് ഫാമിലി, കുടുംബം എന്താണ്, വിവാഹിതരായ സ്ത്രീയും പുരുഷനും അവരുടെ കുട്ടികളും അടങ്ങുന്നതിനെയാണ് കുടുംബം എന്ന് നമ്മൾ നിർവചിക്കുന്നത്. അപ്പോൾ കുടുംബം എന്താണ് എന്ന് ഡിഫൈൻ ചെയ്തതിന് ശേഷം കുടുംബത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള ഫാമിലി നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് എഴുതേണ്ടത്. അപ്പൊ ഇതിന് ടൈപ്സ് ഓഫ് ഫാമിലി എന്ന് പറയുമ്പോൾ ന്യൂക്ലിയർ ഉണ്ട്, ജോയിന്റ് ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഫാമിലീസ് ഏതൊക്കെയാണ് നമ്മുടെ ഫാമിലീസ് എന്ന് നമ്മൾ മെൻഷൻ ചെയ്യണം. അടുത്ത ചോദ്യം,
ക്യാൻ യു ഡിഫറൻഷിയേറ്റ് കോൺസാൻജീനിയസ് ആൻഡ് കൺജനൽ കിൻഷിപ്പ് റിലേഷൻഷിപ്സ്? ഇത് നമ്മൾ കിൻഷിപ്പ് എന്നുള്ളതാണ്. കിൻഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? രക്തബന്ധം, ബന്ധങ്ങൾ, ബന്ധുത്വം. അപ്പോൾ വിവാഹത്തിലൂടെ ഉണ്ടാവുന്ന ബന്ധം എന്താണെന്നും വിവാഹങ്ങളും രക്തബന്ധത്തിലൂടെ ഉണ്ടാവുന്ന ബന്ധവുമാണ് കോൺസാൻജീനിയസ് ആൻഡ് കൺജനൽ കിൻഷിപ്പ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ചോദ്യം, ഡിസ്ക്രൈബ് ഇൻ യുവർ ഓൺ വേർഡ്സ് ദ ഈഡിപ്പൽ സ്റ്റേജ് ഓഫ് സോഷ്യലൈസേഷൻ. ഈഡിപ്പൽ സ്റ്റേജ് നമ്മൾ നേരത്തെ പരാമർശിച്ചിരുന്നത് എന്താണ്? സിഗ്മണ്ട് ഫ്രോയിഡ് സോഷ്യലൈസേഷൻ എന്ന സോഷ്യലൈസേഷന്റെ വിവിധ ഘട്ടങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന സമയത്ത് സെക്കൻഡ് ഫേസ് ആയിട്ട് അദ്ദേഹം നോക്കിക്കാണുന്നതാണ് ഈഡിപ്പൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈഡിപ്പൽ സ്റ്റേജ് എന്ന് പറയുന്ന സമയത്ത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉണ്ടാവുന്ന മാനസികപരമായിട്ടുള്ള വളർച്ചാ ഘട്ടത്തെയാണ് അദ്ദേഹം ഈഡിപ്പൽ സ്റ്റേജ് എന്നതുകൊണ്ട് അർത്ഥമാക്കിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ ടൈപ്സ് ഓഫ് സോഷ്യലൈസേഷൻ. നമ്മുടെ സോഷ്യലൈസേഷൻ എന്താണ്, അതിൽ വരുന്ന ടൈപ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇതിൽ. അപ്പൊ സോഷ്യലൈസേഷൻ എന്താണ്? സാമൂഹ്യവൽക്കരണ പ്രക്രിയ, സൊസൈറ്റിയുടെ അംഗമാകാൻ വേണ്ടി ഒരു വ്യക്തിയെ വാർത്തെടുക്കുന്ന രീതിയാണ്, പ്രക്രിയയാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സോഷ്യലൈസേഷന്റെ ഏജൻസീസ്, ഏത് തരത്തിലുള്ള ഏജൻസീസ് ആണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അടുത്ത ചോദ്യം, explain Pareto's circulation of elites theory. Would you think that cyclical theories are better to interpret social change? അപ്പോൾ ചോദ്യം രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, സർക്കുലേഷൻ ഓഫ് എലൈറ്റ് തിയറി, അതായത് വിൽഫ്രെഡോ പരേറ്റോയുടെ സർക്കുലേഷൻ ഓഫ് എലൈറ്റ് തിയറി എന്താണെന്നുള്ളത് നമ്മൾ പരാമർശിക്കണം. അതായത് അതെന്താണ്? സാമൂഹ്യ മാറ്റങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ തിയറി പ്രകാരം എന്താണ്? സാമൂഹ്യപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു വിഭാഗം, സാമൂഹ്യപരമായിട്ടുള്ള മാറ്റങ്ങളെ അംഗീകരിക്കുന്ന ഒരു വിഭാഗം നിലനിൽക്കുന്നുണ്ടെന്നും, രണ്ടാമത്തേത് സാമൂഹ്യ മാറ്റങ്ങളെ ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്തമായിട്ടുള്ള ഒരു വിഭാഗം നിലനിൽക്കുന്നു എന്നുള്ളത് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. അതിന് പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസങ്ങളിൽ മാത്രം ഊന്നിക്കൊണ്ട് നിലനിൽക്കുന്നവരെ റെന്റയേഴ്സ് എന്നും, മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഘടകങ്ങളെ സ്പെക്കുലേറ്റേഴ്സ് എന്നും വിളിക്കുന്നു. ഇതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അതായത് സർക്കുലേഷൻ ഓഫ് എലൈറ്റ്സ് തിയറി എന്താണെന്നുള്ളത് നമ്മൾ പരാമർശിക്കണം. അതിനുശേഷം സൈക്ലിക്കൽ തിയറീസ് എന്താണെന്ന് നമ്മൾ പരാമർശിക്കണം. അതായത് സൈക്ലിക്കൽ തിയറീസ് ആർ ബെറ്റർ ടു ഇന്റർപ്രറ്റ് സോഷ്യൽ ചേഞ്ച് എന്നൊരു ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട്. അപ്പം സൈക്ലിക്കൽ തിയറീസ് എന്താ പറയുന്നത്? സാമൂഹ്യ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരു വ്യവസ്ഥിതി അവസാനിക്കുന്നിടത്തു നിന്ന് മറ്റൊന്ന് ഉയർന്നു വരുന്നതായിരിക്കും. അതായത് ഓരോ സൊസൈറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് സൊസൈറ്റി ആ കാലഘട്ടത്തിന്റെ മാറ്റങ്ങളെ ഉൾക്കൊള്ളുകൊണ്ട് പുതിയവ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ സൊസൈറ്റി എന്ന് പറയുന്നതോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉണ്ടാവുന്ന ഒരു സമ്പ്രദായമോ അല്ലെങ്കിൽ വ്യവസ്ഥിതിയോ എന്ത് തന്നെ കൃത്യമായിട്ടൊന്നും നിലനിൽക്കുന്നില്ല. അവ ഒരു പെർട്ടിക്കുലർ കാലത്തിന് ശേഷം നശിക്കുകയും പുതിയവ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സൈക്ലിക്കൽ തിയറി മുന്നോട്ട് വെക്കുന്ന ആശയം. അപ്പൊ ഇത് രണ്ടും തിയറീസിനെയും ഈ നമ്മൾ നേരത്തെ പറഞ്ഞ വിൽഫ്രെഡോ പരേറ്റോയുടെ തിയറിയും സൈക്ലിക്കൽ തിയറിയുടെയും കമ്പാരിസൺ കൂടെ നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ മാത്രമാണ് നമ്മുടെ ചോദ്യം കംപ്ലീറ്റ് ആവുന്നത്. അതായത് എലൈറ്റ് തിയറി എന്താണെന്ന് നമ്മൾ പരാമർശിക്കണം. അതേസമയം തന്നെ സൈക്ലിക്കൽ തിയറീസ് മുന്നോട്ട് വെക്കുന്ന ആശയത്തെയും പരാമർശിച്ചതിന് ശേഷം സർക്കുലേഷൻ തിയറിയിൽ നിന്ന് നമ്മുടെ സൈക്ലിക്കൽ തിയറീസ് എങ്ങനെയാണ് ഡിഫറൻറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് അദ്ദേഹം പറയുന്നുണ്ട്, വിൽഫ്രെഡോ പരേറ്റോ പറയുന്നുണ്ട്, സാമൂഹ്യ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വിഭാഗവും നിലനിൽക്കും, സാമൂഹ്യ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വിഭാഗവും നിലനിൽക്കും എന്ന് പറയുന്നുണ്ട്. സൈക്ലിക്കൽ എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് സൊസൈറ്റി മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് എന്ന് പറയാം. അപ്പൊ ഇതിന്റെ കോമൺ ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നതാണ് അദ്ദേഹം പറയുന്നുണ്ട്, വിൽഫ്രെഡോ പരേറ്റോ പറയുന്നുണ്ട്, എന്താണ് മാറ്റങ്ങൾ സൊസൈറ്റിയിൽ ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കും. പക്ഷെ അവയ്ക്ക് അവയെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു പീരീഡ് ഓഫ് ടൈമിലാണ് നമുക്ക് വ്യത്യാസം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് കോമൺ ആയിട്ട് രണ്ട് തിയറിയുടെയും കൺക്ലൂഷൻ ആയിട്ട് നമ്മൾ എഴുതേണ്ടത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഡു യു തിങ്ക് ദാറ്റ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ സോഷ്യൽ ചേഞ്ച്? എക്സ്പ്ലെയിൻ. അതായത് ഇത് ജനറൽ പെർസ്പെക്റ്റീവിൽ എഴുതേണ്ട ചോദ്യമാണ്. അതായത് നമ്മുടെ സയന്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് എപ്രകാരം സാമൂഹ്യപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ളത്. അതായത് നമ്മുടെ മീഡിയാസിനെ കുറിച്ചെല്ലാം നമ്മളിവിടെ എഴുതേണ്ടത്. സോഷ്യൽ മീഡിയാസിലെ കടന്നുവരവ് എപ്രകാരം നമ്മുടെ സാമൂഹ്യ മാറ്റങ്ങൾക്ക് കാരണമായി അല്ലെങ്കിൽ ചിന്താഗതികൾക്ക് മാറ്റം ഉണ്ടായി, നമ്മുടെ സംസ്കാരങ്ങളെ എപ്രകാരം മാറ്റിയെടുത്തു എന്നുള്ളതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അടുത്ത ചോദ്യം,
പ്രസന്റ് ദ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ എന്താണെന്നുള്ളതാണ് പരാമർശിക്കേണ്ടത്, എഴുതേണ്ടത്. അതായത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നതാണ് ഒരു പ്രത്യേകമായിട്ടുള്ള വാല്യൂയോ അല്ലെങ്കിൽ നോംസോ കീപ്പ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുടെ ഫോർമൽ ആയിട്ടുള്ള എന്താണ് സംഘടനയാണ്, അല്ലെങ്കിൽ ഫോർമൽ ആയിട്ടുള്ള ഒരു സോഷ്യൽ ഫോം ആണ് ഇന്ന് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ എലമെന്റ്സ് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ. അപ്പോൾ സോഷ്യൽ സ്ട്രക്ചർ എന്താണെന്നുള്ളതാണ്. എന്താണ് സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് കൃത്യമായിട്ട് സമൂഹത്തിന്റെ വിവിധ ഘടകങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പൊതുരൂപം നൽകുന്നതാണ് സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അവ പരസ്പരം എന്തുണ്ടായിരിക്കും, ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതായിരിക്കും. ഇത്രയുമാണ് നമ്മളുടെ സി പാർട്ടിൽ വരുന്ന ചോദ്യങ്ങൾ. ഇനി അടുത്ത സെക്ഷൻ ഡിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ലോങ് എസ്സേ ആണ്, 10 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ അതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ വാട്ട് സൊല്യൂഷൻസ് വുഡ് യു സജസ്റ്റ് ടു സെവിയർ സോഷ്യൽ ഡീവിയൻസ്. അപ്പൊ നമ്മളിവിടെ എഴുതേണ്ടത് എന്താണ്, സോഷ്യൽ ഡീവിയൻസ് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യണം. സോഷ്യൽ ഡീവിയൻസ് എന്താണ്, സമൂഹം കൽപ്പിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നവയാണ് നമ്മൾ സോഷ്യൽ ഡീവിയൻസ് എന്ന് പറയുന്നത്. ഇനി ഈ സോഷ്യൽ ഡീവിയൻസ് എന്താണ് നമ്മൾ എഴുതിയതിനു ശേഷം ഈ സോഷ്യൽ ഡീവിയൻസിന്റെ സൊല്യൂഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ സോഷ്യൽ ഡീവിയൻസിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഘടകങ്ങളാണ് എന്താണ്, സോഷ്യൽ കൺട്രോളിംഗ് ഏജൻസീസ്. അതായത് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ പഠിക്കുന്നുണ്ട് സോഷ്യൽ കൺട്രോൾ എന്താണ്, സോഷ്യൽ കൺട്രോളിംഗ് ഏജൻസീസ് ഏതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ്, ഫോർമൽ ആയിട്ടുള്ളതും ഇൻഫോർമൽ ആയിട്ടുള്ള ഏജൻസീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതായതാണ് ഫോർമൽ ആയിട്ട് വരുന്ന സമയത്ത് നിയമം, പോലീസ്, അത്തരത്തിലുള്ള ഘടകങ്ങളാണ് ഫോർമൽ ആയിട്ട് വരുന്നത്. ഇൻഫോർമൽ ആയിട്ട് വരുന്ന എന്താണ്, വ്യക്തികളുടെ വാല്യൂസ്, നോംസ്, റിലീജിയസ് ആയിട്ടുള്ള വിശ്വാസങ്ങൾ, ഇതെല്ലാം എന്താണ്, സോഷ്യൽ കൺട്രോളിംഗ് ഏജൻസീസ് ആണ്. അപ്പൊ ഇവ ഏതാണ്, ആദ്യം നമ്മൾ സോഷ്യൽ ഡീവിയൻസ് എന്താണെന്ന് എഴുതണം. അതിനുശേഷം സോഷ്യൽ കൺട്രോൾ ഏജൻസീസ് ഏതാണെന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. അടുത്ത ചോദ്യം, based on your understanding of value, how would you integrate them to avoid value conflict? ഈ ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം വാല്യൂ എന്താണെന്ന് എഴുതണം. അതായത് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഓരോ വ്യക്തികളും മുന്നോട്ട് വെക്കുന്ന മതപരമായിട്ടുള്ളോ അല്ലെങ്കിൽ സാംസ്കാരികപരമായിട്ടുള്ള വിശ്വാസങ്ങളോ ആണ് വാല്യൂസ് എന്ന രീതിയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ഈ വാല്യൂസ് എപ്രകാരം കോൺഫ്ലിക്റ്റിലേക്ക് കാരണമാകുന്നു എന്നുള്ളതാണ് ചോദ്യം. അല്ലെങ്കിൽ ഈ നമ്മുടെ വാല്യൂസിനെ നമുക്ക് കോൺഫ്ലിക്റ്റിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെ കീപ്പ് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മുടെ വാല്യൂസ് എന്താണ് എന്ന് നമ്മൾ പരാമർശിക്കണം. അതിനോടൊപ്പം തന്നെ വാല്യൂസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഏജിൽ പാരാജിയം, ഡിസ്കസ് ദ 4 ഫങ്ഷണൽ പ്രീറിക്വസിറ്റ്സ് ഫോർ ഓൾ സോഷ്യൽ സിസ്റ്റംസ്. അതായത് ടാൽകോട്ട് പാഴ്സൺ മുന്നോട്ട് വെക്കുന്ന ഏജിൽ ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ഏജിൽ ഫംഗ്ഷൻ എന്താണ് അദ്ദേഹം പറയുന്നത്, സോഷ്യൽ സിസ്റ്റത്തില് പുതിയൊരു ഘടകം വരുമ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ടറി ടെക്നിക് എന്ന രീതിയിലാണ് അദ്ദേഹം ഏജിൽ ഫംഗ്ഷനെ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ അഡാപ്റ്റേഷൻ, ഗോൾ, ഇന്റഗ്രേഷൻ, ലേറ്റൻസി, ഈ പറയുന്ന 4 ഘടകങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, നിലനിൽക്കുന്ന സാമൂഹിക ചുറ്റുപാടുകളെ ഉൾക്കൊള്ളാനുള്ള കഴിവാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഗോൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു സമൂഹത്തിന് എപ്പോഴും എന്താണ്, ലക്ഷ്യമുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇവയെ സംയോജിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ്. ലേറ്റൻസി എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ മറ്റൊരു രീതിയാണ്. എന്താണ്, ഇവയെല്ലാം തന്നെ സമന്വയിച്ചുകൊണ്ട് പുതിയൊന്നിനെ സൃഷ്ടിക്കുക എന്നുള്ളത് കൊണ്ടാണ് അർത്ഥം. അപ്പൊ ഏജിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, സമൂഹത്തിന്റെ പ്രവർത്തനങ്ങളെ നിലനിർത്തുന്നതിന് സഹായിക്കുന്നവയാണ് ഏജിൽ ഫംഗ്ഷൻ. അടുത്ത ചോദ്യം, ഇവാലുവേറ്റ് ദ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി ടു അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ റിലേഷൻസ് ഇൻ സൊസൈറ്റി. അതായത് നമ്മുടെ സോഷ്യോളജി എന്താണെന്നുള്ളതും സോഷ്യോളജിയുടെ സ്കോപ്പ് എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോഷ്യോളജി എന്ന് പറയുന്നതാണ് മനുഷ്യ പെരുമാറ്റങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് സോഷ്യോളജി. സോഷ്യോളജിയുടെ സ്കോപ്പ് അല്ലെങ്കിൽ സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് അത് പ്രൊഫഷണൽ ആയിട്ട് പ്രകാരം അല്ലെങ്കിൽ സൊസൈറ്റി എപ്രകാരം അത് പഠിക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതുള്ള ഒരു പേഴ്സ്പെക്റ്റീവാണ് നമ്മൾ എഴുതേണ്ടത്. സോഷ്യോളജിയുടെ നേച്ചർ ആൻഡ് സ്കോപ്പ് എന്നുള്ള ഭാഗത്ത് എഴുതേണ്ടത്. അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ ചോദ്യ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഘടകങ്ങൾ. അതായത് എ പാർട്ടിൽ 1 മാർക്ക്, ബി എന്ന് പറയുന്നത് 2 മാർക്കിൻ്റെത്, സി എന്ന് പറയുന്നത് 4 മാർക്കിന്റെ, ഡി എന്ന് പറയുന്ന പാർട്ടിൽ 10 മാർക്കിന്റെ ചോദ്യങ്ങൾ.